കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഓരോ ദിവസവും നമ്മുടെ കാലടികളെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മുടെ പ്രാണനെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മളെ ജീവനോടെ കാക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വചനമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനുള്ള സമയം അടുത്തു എന്ന് മനസ്സിലാക്കിയ യേശു തന്റെ വാത്സല്യ ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുകയാണ്. ആ പെസഹ ആചരിക്കുമ്പോൾ തന്നെ യേശു താൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ യേശുവിന്റെ ഹൃദയവും കലങ്ങി. ഹൃദയം കലങ്ങിയ തന്റെ ശിഷ്യന്മാരെ യേശു 14-ാം അധ്യായം പഠിക്കുമ്പോൾ അവരെ ഉറപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ, അവർക്ക് പ്രത്യാശ നൽകുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്ന സന്ദേശങ്ങൾ യേശു കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു അവരുടെ ഹൃദയത്തിന്റെ കലക്കത്തെ മനസ്സിലാക്കി. ഹൃദയം കലങ്ങിപ്പോകരുത്. അതുമാത്രമല്ല, യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ സ്ഥലമൊരുക്കിയാൽ നിങ്ങൾ എന്നോടൊപ്പം അവിടെ ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. അതുമാത്രമല്ല, ഞാൻ പോയാലും എപ്പോഴും നിങ്ങളോട് കൂടെയിരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ആശ്വാസപ്രദനെന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന്. തന്റെ ജനത്തെ കുറിച്ച് ആകുലതയുള്ള യേശു, തന്റെ ജനത്തെ കുറിച്ച് ചിന്തിക്കുന്ന കർത്താവ്, ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന, നമ്മെക്കുറിച്ച് കരുതുന്ന ഒരു നല്ല യേശു, ആ യേശുവിന്റെ സാന്നിധ്യം, ആ യേശു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇങ്ങനെ ഉറപ്പു തരാൻ ആർക്ക് കഴിയും? എല്ലാ നാളും എല്ലാ ദിവസവും നമ്മളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിന്റെ ഓരോരോ വിഷയങ്ങളിൽ ഭാരപ്പെട്ടും വേദനപ്പെട്ടും നാളെ എന്തായി തീരുമെന്ന് വിചാരപ്പെടുന്നുവെങ്കിൽ, ഞാൻ തകരുമോ തളരുമോ വീണു പോകുമോ, എന്റെ ജീവിതം പരാജയപ്പെടുമോ എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ വാക്ക് നീ ഏറ്റെടുക്കുക. യേശു പറയുന്നു, മകളെ, മകനെ, ഞാൻ നിന്നെ ഒരിക്കലും ഏകനായി വിടുകയില്ല, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. നിന്നെ നിറയ്ക്കുവാൻ, നിന്റെ ഭവനത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ ഞാൻ എപ്പോഴും നിന്നോടുകൂടെ ഉണ്ട്. വചനം പറയുന്നു, നമ്മുടെ ദൈവം അനാഥരുടെയും വിധവമാരുടെയും ദൈവമാണ്. അവരെ ഓർക്കുന്ന, അവരെ കരുതുന്ന ദൈവം.
അനാഥരെയും വിധവരെയും ഓർക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിന്റെ മേഖലകളിൽ വെളിപ്പെട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം, ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിനാണ് ഭാരപ്പെടുന്നത്? എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പതറി നിൽക്കുന്ന, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന, പല സാഹചര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന ജനത്തെ നോക്കി അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നാം മുറുകെ പിടിക്കുക. ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മെ ഓർക്കുന്ന പുരോഹിതൻ, നമ്മളെ അറിയുന്ന പുരോഹിതൻ, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിവുള്ള മഹാപുരോഹിതൻ പിതാവിന്റെ അടുക്കൽ നമുക്കുണ്ട്. എന്തിനു നീ അധൈര്യപ്പെടുന്നു? ധൈര്യപ്പെടുവാൻ ദൈവവചനം നമ്മളോട് സംസാരിക്കുകയാണ്. നിന്റെ കഷ്ടങ്ങളിൽ, നിന്റെ രോഗങ്ങളിൽ, നിന്റെ വേദനകളിൽ, നിരാശകളിൽ, ആവശ്യങ്ങളിൽ, ഭാരങ്ങളിൽ സഹായിക്കുവാൻ കഴിവുള്ളവനായ കർത്താവുണ്ട്. അവൻ നമ്മളെ അനാഥരായി വിടുകയില്ല. അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ, ഭാരങ്ങളിൽ, വേദനകളിൽ നമ്മളെ ശക്തീകരിക്കുവാൻ കഴിവുള്ളവനായി അവൻ നമ്മളോട് കൂടെയുണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. അവന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനകൾ, പ്രതിസന്ധികൾ എന്താണോ അത് യേശുവിനോട് പറയുമോ? പരിഹരിക്കുവാൻ അവന് കഴിയും എന്നുള്ളതാണ്. യേശു പറയുന്നു, അവൻ നിന്റെ ഭാവിയെ പണിയും, നിന്റെ തലമുറയുടെ ഭാവിയെ പണിയും. ശത്രു ഇടിച്ച മേഖലകളെ അവൻ പണിയും. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിന്നോട് കൂടെയിരുന്ന് നിന്നെ സഹായിക്കുവാനും ശക്തീകരിക്കുവാനും യേശുവിന് കഴിയും എന്നുള്ളതാണ്. അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധൈര്യവും ഉറപ്പുമുള്ളവരായി മുൻപോട്ട് നീങ്ങാം. ചില പ്രതിസന്ധികളുടെ കാറ്റുകൾ നിന്റെ ജീവൻ നേരെ ആഞ്ഞടിക്കുമ്പോൾ പതറിപ്പോകരുത്. ഗലീലാ കടലിൽ കാറ്റിൽ മറിഞ്ഞ് തന്റെ ശിഷ്യന്മാരെ അർദ്ധരാത്രി നടുവിൽ ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവളെ അടുക്കിലേക്ക് കടന്നു വന്ന് അവർക്കൊരു ഉടമസ്ഥനുണ്ടെന്ന്, ഒരു നാഥനുണ്ടെന്ന് സാന്നിധ്യത്തിൽ വെളിപ്പെടുത്തി കൊടുത്ത യേശു ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് അവനിൽ ആശ്രയിക്കാം. അവൻ നമ്മളെ അനാഥരായി വിടുകയില്ല. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. നിന്റെ ജനത്തിന്റെ കരത്തിന് പിടിക്കണമേ. അവരെ ധൈര്യപ്പെടുത്തണമേ. നീ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരെ ശക്തീകരിക്കണമേ. അനാഥരായി വിടാത്ത ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നവരെ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ പാസ്റ്റർ കെ. സാമുവേൽ.